കഅബയുടെ താക്കോല് സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോല് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്തില്ല. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കൽ എന്റെ കയ്യിൽ വരും, അന്ന് ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിന്റെ അന്ത്യമായിരിക്കും. അപ്പൊ റസൂൽ എന്ന് പറയാ, ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും ഖുറൈശികൾക്കും. മക്ക വിജയ ദിവസം ആ താക്കോല് റസൂലിന്റെ കയ്യിലാണ്. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. നമ്മൾ പറയില്ലേ, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയാ കാണിച്ചു കൊടുക്കേണ്ടത്? ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. റസൂലിന്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഅബയുടെ താക്കോല് കുറച്ചു നേരം കൈ പിടിക്കാന്ന്, ഒന്ന് പിടിക്കാൻ, തൊടാൻ വേണ്ടി. അതിന്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്, അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ആ താക്കോല് കുറച്ചു നേരം എനിക്കൊന്ന് തരുമോ? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉസ്മാൻ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ലടാ, തരൂല. റസൂൽ പിന്നെയും ചോദിച്ചു, കുറച്ചു നേരം തൊടാൻ. അള്ളാഹുവിന്റെ ഭവനമാണ്, ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകള്